കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. നമ്മുടെ ഉള്ളിലെ ചൈതന്യം, ഓരോ മനുഷ്യനിലും ഓരോ ചൈതന്യം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മളുടെ ഉള്ളിലെ ചൈതന്യം എങ്ങനെ ഉണർത്താം, എങ്ങനെയാണ് ആ ചൈതന്യത്തെ തട്ടി ഉണർത്തി പുറത്തേക്ക് കൊണ്ടുവരിക? മെഡിറ്റേഷൻ, പ്രാണായാമം, പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന, ജപം, ഇങ്ങനെ നിരന്തരമുള്ള പ്രവൃത്തിയിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ തൊട്ടുണർത്താൻ പറ്റും. ഇനി എങ്ങനെയൊക്കെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക? പലതരത്തിലുള്ള യോഗയുണ്ട്, പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, പലതരത്തിലുള്ള പ്രാണായാമങ്ങളുണ്ട്. ഇതെല്ലാം നിരന്തരം ചെയ്യുന്ന വ്യക്തികൾക്ക് തന്നിലെ ശക്തിയും ഊർജവും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ വെള്ളം പോലെ ഒഴുകിപ്പോകും നമ്മുടെ ഉള്ളിലെ ചൈതന്യം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മനസ്സിനെ അടുത്തിരുത്താനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഉപാസന നമ്മൾ ശീലമാക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ അടുത്തിരുത്തണം. മനസ്സ് കൈവിട്ടു പോകരുത്, പറന്നിങ്ങനെ നടക്കരുത്, പട്ടം പോലെ നമ്മൾ അടുത്തിരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഉപാസന ശീലമാക്കണം. അത് മെഡിറ്റേഷനിലൂടെയോ പ്രാണായാമത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ നിരന്തരമായ ജപത്തിലൂടെയോ എങ്ങനെയെങ്കിലും ഒക്കെ അതിനെ നമ്മൾ സ്വായത്തമാക്കിയിട്ട് ഒരു ദിശ അനുസരിച്ച് നമ്മൾ അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രതിസന്ധിയിൽ തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ ഈ പ്രതിജ്ഞ എടുത്തിട്ട് ഈ ഉപാസനയെ നമ്മൾ സ്വായത്തമാക്കണം. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളോട് ഈ മനസ്സും നമ്മുടെ ഈ ഉപാസനയും വിധേയപ്പെടും. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വിധേയപ്പെടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില പല ആളുകളും ദീർഘമായ മെഡിറ്റേഷൻസും മണിക്കൂറുകളോളം മെഡിറ്റേഷനും പ്രാണായാമം ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് മുഖത്തൊക്കെ എപ്പോഴും നോക്കിയാൽ ഒരു ചൈതന്യം കാണാം. അപ്പം നമ്മൾ ആ ചൈതന്യം മുഖത്ത് നിലനിർത്തണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മുടെ കൂടെ നിർത്തണം, ഒപ്പം നിർത്തണം. അപ്പൊ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും മനസ്സിന്റെ പവർ കൊണ്ട്, ബലം കൊണ്ട് നമുക്ക് അതിനെ നേരിടാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ കൂടെ നിർത്തുക. അപ്പോൾ അറിയാതെ തന്നെ നമ്മൾ അതിനോട് വിധേയപ്പെട്ട് വരും. ഓരോരുത്തരും അവരുടെ ചുറ്റുപാടിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ, കർമ്മങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഒരു ഡോക്ടർ എഞ്ചിനീയറുടെ ജോലി ചെയ്യുന്നില്ല, എഞ്ചിനീയർ ഡോക്ടറെ ജോലി ചെയ്യുന്നില്ല, ഒരു അധ്യാപികയുടെ ജോലി ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ ജോലികളിലും അവരവരുടെ രീതികളിലും മുഴുകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിനെയും കൂടെ നമ്മളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ചൈതന്യം, ഉള്ളിലെ ചൈതന്യം പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു നദിക്ക് കുറുകെ ഒരു ഡാം നിർമ്മിക്കുകയാണെങ്കിൽ അത് ഒരു ശക്തിയാണ്. ഒരു മനുഷ്യരെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ നിന്നും അവരുടെ ചിന്തകളിൽ നിന്നും വന്ന ഒരു ശക്തി കൊണ്ടാണത് അവിടെ ഒരു ഡാം ഇങ്ങനെ നിർമ്മിച്ചു വരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾക്കും എന്ത് വേണം, എല്ലാ ആളുകളുടെ ആ കൂട്ടായ്മ പോലെ തന്നെ ഒരു സജ്ജന സംസർഗം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ ഈ ഉള്ളിലെ ചൈതന്യം വികസിപ്പിക്കാനും അതിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി അവരിൽ നിന്ന്, അതായത് നല്ല മെഡിറ്റേഷനോ പ്രാണായാമോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ ജപം നിരന്തരമായിട്ട് പ്രാർത്ഥനയും പ്രാണമൊക്കെ ചെയ്യുന്ന ഉപാസന ശീലമാക്കിയ ഏതെങ്കിലും ഒരു നല്ല ആചാര്യനിൽ നിന്നോ ഗുരുവിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മൾ സ്വായത്തമാക്കണം. ഒന്നും നമുക്ക് പെട്ടെന്നൊരു ദിവസമൊന്നും നമുക്ക് ഇതിലേക്ക് മാറ്റം വരാൻ പറ്റില്ല. അപ്പൊ അത് മാറ്റിക്കൊണ്ട് നമ്മളത് ശീലമാക്കി അത് നമ്മളൊരു ഉപാസനയാക്കി നിരന്തരം നമ്മുടെ കൂടെ കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളോട് ചേർത്ത് നിർത്തുക. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ മനസ്സിലെ ചൈതന്യം ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കും.